മോർണിംഗ് സ്വീറ്റ് ഹാർട്ട്സ്. രാവിലെ ഇൻറ്റോടെ തന്നെ കുറച്ച് സൺലൈറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. അപ്പോഴാണ് ആൽഫ ഇരിക്കുന്നുണ്ട്. ഞാൻ ആൽഫയുടെ അടുത്തൊന്നും അധികം മിണ്ടാറൊന്നുമില്ല, എന്നാൽ പോലും ആൽഫയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹം. പിന്നെ ഞാൻ പംകിൻ്റെ അടുത്തൊക്കെ പോയി പംകിനെ കുറേ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു. പംകിൻ്റെ കാര്യം പറയാച്ച് കഴിഞ്ഞാൽ പംകിനെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ അതിനെ അറിയാതെ ചവിട്ടിയാൽ പോലും അത് തിരിച്ച് മാന്തയോ ഒന്നും ചെയ്യില്ല, അത്രയും പാവമാണ്. അതുകൊണ്ട് തന്നെ വേറെ പൂച്ചകളൊക്കെ അതിനെ ആക്രമിക്കാൻ വരും. പക്ഷെ നൈറോബി അങ്ങനെയല്ല. നൈറോബിക്ക് ഭയങ്കര കറേജൊക്കെയാണ്. ബാക്കിയുള്ള പൂച്ചകളൊക്കെ വന്നാലും നൈറോബി അനങ്ങില്ല. മഴയൊക്കെ പോയ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറച്ച് സൺലൈറ്റും കുറച്ച് ചൂടൊക്കെ ആവുമ്പോൾ എനിക്കെന്തോ നല്ലതാണ്, എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഒരു വെതർ. കുറച്ച് നേരം പംകിൻ്റെ അടുത്തിരുന്ന് പിന്നെ നൈറോബിനെയും കൊണ്ട് റൂമിൽ പോയി. എന്നിട്ട് നൈറോബിയുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു കുറേ നേരം. നൈറോബി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ പൊട്ടിക്കാനുണ്ടോ, എന്തെങ്കിലും തട്ടിയിട്ട് പൊട്ടിക്കാനുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെ ചെടി വെച്ചാലും അത് തട്ടിയിട്ട് അതിൽ വെള്ളമൊക്കെ കളയും. ഭയങ്കര കുറുമ്പാണ് നൈറോബിക്ക്. ഈശ്വര, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നൈറോബി. അപ്പോൾ ഞാൻ നൈറോബി നോക്ക് ക്യാമറയ്ക്ക് നോക്ക്. അപ്പോൾ നൈറോബി ഇതാരാ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നൈറോബീനെ കിടത്തി ഉറക്കാൻ നോക്കി. പക്ഷെ നൈറോബി ഉറങ്ങുമൊന്നുമില്ല. നൈറോബിക്ക് ഇഷ്ടം എൻ്റെ ബാഗിൽ കിടന്ന് ഉറങ്ങാണ്. ബെഡിലൊക്കെ കുറേ സ്ഥലമുണ്ട്, എന്നാലും നൈറോബിക്ക് സേഫസ്റ്റ് പ്ലേസ് അവിടെയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മുടി ഒന്നിങ്ങനെ കട്ട് ചെയ്താലോ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ ഞാൻ ഇങ്ങനെ കുറച്ചൊരു തുണ്ട് മുടിയാണെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് എന്തോ ഒരു മാറ്റമൊക്കെ ആയി. ഇനി ഞാൻ വേറൊരാൾ, അങ്ങനത്തെ ഒരു സംഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വളർന്നു കഴിഞ്ഞാൽ അപ്പോൾ മുടി വെട്ടിക്കളയും. അതുകൊണ്ട് തന്നെ ഞാൻ മുടി ഇത്രേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഇതെന്താ മുടി വളരാത്തെന്ന് വിചാരിച്ചാൽ ഞാൻ മുടി വെട്ടി ഇരിക്കും. എല്ലാവരും എൻ്റെ അടുത്ത് മുടി വളർത്താൻ പറയും, പക്ഷെ എനിക്ക് വളർത്തുന്നത് ഇഷ്ടമല്ല. ഞാനിങ്ങനെ മുടി വെട്ടണ കണ്ടിട്ട് അച്ഛൻ അമ്മ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും കുറച്ച് മുടിയെ വെട്ടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് മുടി കുറച്ച് ഫ്രണ്ടിലത്തെ മാത്രം കുറച്ചിങ്ങനെ കളഞ്ഞിട്ട്, പിന്നെ ഞാൻ ബാക്കിലത്തെ വെട്ടിക്കളഞ്ഞില്ല, ഫ്രണ്ടിലത്തെ മാത്രം കുറച്ചിങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു ആശ്വാസം. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്ന പൂജ കൃഷ്ണയുടെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, സോറി. ലവ് യു പൂജ കൃഷ്ണ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. പിന്നെ വൈകുന്നേരമായി. അപ്പം ഞാൻ കുറച്ച് ബുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മൂണൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ക്ലിയർ അല്ല ക്യാമറയിൽ, പക്ഷേ ഇതിനേക്കാൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല നീല മേഘത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൂൺ കാണാൻ നല്ല രസമായിരുന്നു. എന്നിട്ട് ഞാൻ അച്ഛയുടെ കൂടെ സെൻറ്ററിലേക്ക് പോയി. അത് കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ കിടന്നുറങ്ങി. വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പിറ്റേ ദിവസം കാലത്താണ്. ഞാൻ പല്ല് തേക്കാൻ വന്നപ്പോൾ അവിടെ നൈറോബിയുടെ വീട് മീൻസ് ഞങ്ങളുടെ വർക്ക് ഏരിയയാണ് നൈറോബിയുടെ വീട്. അവിടെയാണ് നൈറോബി കിടന്നുറങ്ങാറ്. അപ്പം നൈറോബിനെ എടുത്ത് പൊന്തിച്ചിട്ട് ഞാൻ പിന്നെ പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. നൈറോബി അതിൽ കൂടെ കിടന്ന് നടക്കുന്നുണ്ട്. ഞാൻ പല്ല് തേക്കുന്നു. പല്ല് തേക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ വേഗം എണീറ്റ് ഇന്നെങ്കിലും നല്ലൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് പല്ല് തേച്ചു. എന്നിട്ട് നൈറോബി അവിടെ ഇരിക്കണതാണ്. അപ്പോൾ എനിക്ക് നൈറോബിനെ പിടിച്ച് മാന്താനല്ല, ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇറുക്കാൻ തോന്നി. എന്നിട്ട് ഞാൻ നൈറോബിനെ കുറേ ഇങ്ങനെ ഇതാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ജിമ്മിൽ പോവായിരുന്നു. പക്ഷേ ഇപ്പം ജിമ്മിലൊന്നും പോവാറില്ല. അനിയത്തി ചെന്നൈക്ക് പോയിക്കായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ജിമ്മൊക്കെ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ ആ ഒരു ഡേ മാത്രമാണ് ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്ക് വയ്യ, അങ്ങനെ ചെയ്യാതെ ഭയങ്കര മടിയായി. അപ്പം ഞാൻ എന്തൊക്കെയോ അവൻ പറഞ്ഞ പോലെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മടിയായപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ദോശയൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ ഉണ്ടാക്കുന്ന ദോശ ഒരിക്കലും ശരിയാവാറുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ആ ദോശ റൗണ്ട് ഷേപ്പിൽ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ടൊരു 3 ദോശ ഉണ്ടാക്കി. ദോശയും കൊള്ളിയായിരുന്നു, മാമടോടെ നിന്ന് കൊടുന്ന കൊള്ളിയാണ്. അങ്ങനെ ഞാൻ ദോശയും കൊള്ളിയും കഴിച്ചു. ഫസ്റ്റത്തെ ദോശ നല്ല ഇതിൽ വന്ന കാരണം ഞാൻ രണ്ടാമത്തെ ദോശ ഒഴിച്ച് നോക്കിയപ്പോൾ രണ്ടാമത്തെ ദോശ ചെറിയൊരു എന്താ പറയുക, എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കി നോക്കാറുമില്ല. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി ഞാൻ ഉണ്ടാക്കി കഴിച്ചല്ലോ എന്നൊക്കെ. എന്നിട്ട് ഞാനൊരു കട്ടൻ ചായയും കൂട്ടി കഴിച്ചു. ഞാൻ അങ്ങനെ പാൽ ചായ കുടിക്കാറില്ല. എന്നിട്ട് വന്ന് നോക്കിയപ്പോൾ നൈറോബി ഭയങ്കര ഉറക്കം. അപ്പോൾ എനിക്ക് അവൾ ഉറങ്ങണ കണ്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നി. എന്നിട്ട് ഞങ്ങൾ 2 ആളും പുതച്ച് മൂടി കിടന്നുറങ്ങി. നല്ല രസമായിരുന്നു. പക്ഷെ ആ ഡേ ഫുള്ള് കഴിഞ്ഞു എന്ന് മാത്രം, ഫുള്ള് ഉറക്കമായിരുന്നു. എന്നിട്ട് ഞാനൊരു ബ്രെഡ് ഇങ്ങനെ ചൂടാക്കി കഴിച്ചു. എന്നിട്ട് ഞാൻ പറയുന്നത് റൂം വൃത്തിയാക്കാനൊക്കെയാണ്. റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാലും എൻ്റെ റൂം ഓക്കെ ആവുന്നില്ല. എന്നിട്ട് ഞാൻ കുറേ പോസ്റ്റേഴ്സൊക്കെ കൊണ്ട് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാനിവിടെ കൊണ്ടൊട്ടിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചൊരു എന്താ ഓക്കെ ഫീൽ, കുറച്ച് നല്ല ഭംഗിയായ ഫീല് തോന്നി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ കുളിച്ചിട്ട് പോലില്ല. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ തൊട്ട് വൃത്തിയാക്കി ബെഡൊക്കെ ശരിയാക്കി അങ്ങനത്തെ ഒരു റൂട്ടീൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ റൂമാണ് നല്ല ഭംഗിയില്ലേ. എന്നിട്ട് ഞാൻ ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ നോക്കി. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി വളരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് അത് എന്തെങ്കിലുമൊക്കെ ഒരു നറിഷ്മെൻറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. കുറച്ച് നേരം നന്നായിട്ട് അത് തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നിൽ തിരിഞ്ഞിട്ട് എത്ര മുടി എനിക്ക് വളർന്നിട്ടുണ്ട് എന്നിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു. പക്ഷെ വലിയ കാര്യമായിട്ട് വളർന്നിട്ടൊന്നും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ റോസ്മേരി വാട്ടർ എടുത്ത് തേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹെയർ കെയർ റൂട്ടീൻ ചെയ്യല്ലേ, അപ്പോൾ അതും കൂടി തേക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ആദ്യം അത് എങ്ങനെ ഇത് മറന്നുപോയി, ഇത് എവിടേക്കാണ് സ്പ്രേ ആവുന്നത് നോക്കിയിട്ട് ചെയ്തു. സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് കൊടുത്തു. ഞാൻ എന്തൊക്കെ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട് അതെനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ഫേസിൽ ഇപ്പോഴും ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്സും പിന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു പച്ച നിറത്തിലുള്ള സംഭവം ഉണ്ടല്ലോ, എന്താ ചെറുപയർ, അതും കൂടി അരച്ചിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കോമഡി ആയിരുന്നു. പക്ഷെ ഞാനത് എന്തോ കംപ്ലീറ്റ് ചെയ്തു, കുറേ നേരം വെച്ചു. എന്നിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല കേട്ടോ, ആരും പേടിക്കൊന്നുമില്ല. എന്നിട്ട് പോയി കുളിച്ച് വന്നു. കുളി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെ മുടി കെട്ടി വെച്ചപ്പോൾ മുടി ഉള്ള പോലെ തോന്നി. പക്ഷെ എനിക്ക് മുടി ഉള്ളതൊന്നും ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ മുടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ ലെങ്ത്ത് വേണം, അല്ലാതെ ഹാഫ് ലെങ്ത്ത് ഒന്നും എനിക്കിഷ്ടമല്ല എന്തായാലും. എന്നിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. ഞാൻ മുടി ഇങ്ങനെ ബാക്കിലോട്ട് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ബാക്കിലോട്ട് ഇങ്ങനെ ഏരി വെക്കും. അത് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്ത് വെച്ചു. എന്നാലും എനിക്ക് മുടിയില്ലല്ലോ, ഞാൻ ഇത്ര ഇതായിട്ടെന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്ക് ഇങ്ങനെ വിഷമം വരും. എന്നാൽ പോലും എനിക്ക് മുടി അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ.
എന്നിട്ട് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്ലിയർ ജെല്ലായ കാരണം എനിക്ക് തേക്കുമ്പോൾ തന്നെ ഒരു നല്ല റിഫ്രഷ്മെൻ്റാണ്. ഇത് സാലിസിലിക് ആസിഡിൻ്റെ ബോഡി വൈസിൻ്റെ ഒരു ഫേസ് വാഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഞാൻ അത് രണ്ടും തേച്ച് അത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. പിന്നെ ഞാൻ ചിക്കൻ നൂഡിൽസ് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ടാങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ടാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓറഞ്ച് ഫ്ലേവർ. അത് എനിക്ക് എല്ലാ ഫ്ലേവറും ഇഷ്ടമാണ് കേട്ടോ. അത് ഉണ്ടാക്കി എന്നിട്ട് മാഗി അല്ല, ചിക്കൻ നൂഡിൽസ് സൂപ്പിൽ അതിൻ്റെ പൊടിയൊക്കെ ഇട്ടു. എന്നിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടു. പിന്നെ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തു. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ആ ചീസ് മെൽട്ടായി വരുമ്പോൾ നല്ല രസമാണ്, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടാങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ എൻ്റെ മേശയുടെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ അതിനൊപ്പം കാണാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സിൽ ഏത് സീരീസാണ് കാണാമെന്നൊക്കെ, ബോറടിക്കാത്ത സീരീസ് ഏതാണെന്ന് നോക്കിയപ്പോൾ നെവർ ഐ ഹാവ് എവർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. നല്ല സീരീസാണ്, എനിക്ക് ഭയങ്കര റിലേറ്റബിളാണ് ആ സീരീസ്. അപ്പോൾ ഞാനതിരുന്ന് കണ്ടു. ചില സ്ഥലത്തൊക്കെ എക്സാക്ട്ലി ഞാൻ തന്നെയാണോ അതെന്നൊക്കെ വിചാരിക്കുക, അത്രയും റിലേറ്റബിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സീരീസ്. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ ഫുൾ നൂഡിൽസും അകത്താക്കി. കുറച്ച് നേരം കാണാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ ആ സീസൺ ഫുള്ള് ഇരുന്ന് കണ്ടു. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര വിശപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ചപ്പാത്തി ഇരിക്കുന്നുണ്ട്, അപ്പോൾ ആ ചപ്പാത്തി എടുത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നൈറോബിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പംകിൻ വന്നു. അത് കഴിഞ്ഞിട്ട് മൗഗ്ലി അപ്പോഴേക്കും മണത്തറിഞ്ഞു. എന്നിട്ട് ഞാൻ മൗഗ്ലിക്കും ആൽഫയ്ക്കും എല്ലാവർക്കും കൊണ്ടുകൊടുത്തു. ആൽഫയുടെ അടുത്ത് കൈ തരാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ആൾക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കി കൈ താ ഷേക്കിൻ്റെ താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മുട്ടിക്കില്ല കൈ. അപ്പോൾ ഞാൻ എന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് കൈ ലാസ്റ്റ് ഒന്ന് മുട്ടി. അപ്പോൾ ഞാൻ കൊടുത്തു. എന്നിട്ട് ഇവരുടെ വിശപ്പ് മാറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് അത് പംകിനൊക്കെ കൊടുത്തു. പംകിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മൗഗ്ലി അറിയും. അപ്പോൾ മൗഗ്ലി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആർത്തി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മൗഗ്ലിക്ക് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് ആൽഫയ്ക്ക് കൊണ്ടുകൊടുത്തു. അപ്പോൾ ആൽഫനെ കാണുമ്പോൾ പാവം തോന്നി എനിക്ക്. എന്ത് പ്രിറ്റി ലിറ്റിൽ ബേബി എന്ന് പറയണ പോലെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇനിയും ഉണ്ടോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും വൈകുന്നേരമായി. വീട്ടിലാണെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ നോക്കിയപ്പോൾ അവരിങ്ങനെ ഡ്രസ് വർക്കിൻ്റെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ നൈറോബി ഇപ്പോൾ ഞാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എന്താണെന്നറിയില്ല. അമ്മ അവിടെ അടിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി നോക്കി. റൂം ഓക്കെ, കുറച്ച് സമാധാനമുണ്ട് ഇപ്പോൾ റൂമിൽ നോക്കുമ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് എടുക്കാറ്. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ കടല കൂട്ടാനും മുട്ട വെച്ചതും കൂട്ടി ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു.